ഹലോ ഗൈസ്, പെരുന്നാൾ ബ്ലോഗ് ഇന്നലെ തന്നെ ഇടണം വിചാരിച്ചത്. എന്താ ചെയ്യുക, സാഹചര്യത്തിന് സമ്മർദ്ദം മൂലം തിന്നാ കഴിക്കണം. എന്താണ് ഇത്രയും കാലത്തെ പോലെയല്ല, ഇപ്രാവശ്യത്തെ പെരുന്നാൾക്ക് കുറച്ച് പണി കുറഞ്ഞിരിക്കണം. പൊതുവെ ഇവിടെ അങ്ങനൊന്നും സംഭവിക്കലില്ല. നിൽക്കേണ്ട പോലെ നിന്ന് കഴിഞ്ഞാൽ ആനനെ വരെ കുളിക്കാനുള്ള പണി നമ്മളെടുത്തു. പള്ളി കഴിഞ്ഞ് വരുമ്പോൾ അത് എന്റെ മാപ്പിള 2 ബക്കറ്റ് ഒറ്റക്ക് വരുന്നേ. ഇപ്പൊ പള്ളിക്കലി ഇറച്ച് ബക്കറ്റിലാ കൊടുക്കണമെന്നുണ്ട്. ഇങ്ങനെയൊക്കെ വിചാരിക്കാൻ എനിക്ക് തീരെ എന്ത് ചെയ്യാൻ നിങ്ങൾ വിചാരിക്കണ്ട. കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഓക്ക് ലീഫിന്റെ കുട്ടൻ ബിരിയാണിയാണ്. അതാണ് ഞങ്ങളോട് പറഞ്ഞത്. നടക്കാതെ പലതും ഇവിടെ ഇക്കൊല്ലം നടന്നിട്ടുള്ളത്. ഓക്ക് ലീഫിന്റെ കുട്ടൻ ബിരിയാണി മാത്രമല്ല കേട്ടോ, നമ്മൾ നല്ല അടിപൊളി ഇളനീർ പായസം മേടിച്ചു. അങ്ങനെ ചോറേപ്പ് വേണ്ടി നമ്മൾ നേരെ നമ്മളെ കുടുംബക്കാരോട് കണ്ട പോയിക്കണി. ഞാൻ ആരെങ്കിലും നമ്മളെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിലോ കേൾക്കാലോ. ഞാൻ അവിടെ എത്തിയപ്പോഴത്തേനും വരെ കതർച്ചിലൊക്കെ കഴിഞ്ഞിക്കണി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കാം. പിന്നെ ഇപ്പൊ പെരുന്നാളാകുമ്പോൾ എന്താണ് നമ്മൾ ആള് കൂട്ടണ എവിടേക്കെങ്കിലൊക്കെ പോകണം. കണ്ടില്ല, പണ്ടത്തെ പോലെ ഒന്നല്ല. ഉണ്ണിയാലേക്കൊന്നും പോകണമെന്നുണ്ടെങ്കിൽ ഇതാ വരിയൊക്കെ നിൽക്കണം. പിന്നെ ഇപ്പൊ എവിടെ പോയി കഴിഞ്ഞാൽ എന്റെ കമ്പനിക്കാർ ആരെങ്കിലും ഉണ്ടാവും. നീലക്കുയിലിന്റെ ക്യാമറ കാണണമാതിരിയാണ് ഇപ്പൊ ഇവരൊക്കെ എന്നെ കാണുമ്പോൾ. പണ്ട് ഫസൽ എയർലൈൻ്റെ എല്ലാവരും അവസ്ഥ ഇപ്പൊ ഇതാണ്. എന്റെ കുട്ടിയാണെങ്കിലോ പെരയിലോ ഒരു സ്വൈര്യം തരില്ല. പുറത്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് പ്രൈവസി വേണമെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ കണ്ടത്തിലാ പോയിരിക്കണത്. എന്തായാലും ഇന്നൊക്കെ ഉള്ള തയ്ക്കണം. അൽഹംദുലില്ലാഹ് റാഹത്ത്. ഇനി ബാക്കി നാളെ നോക്കാം.